ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഉപയോഗിച്ചിട്ട് നമ്മളെ ഫേസിൽ എങ്ങനെയാണ് ഹെയർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളൊരു ടെസ്റ്റിംഗ് ആണ് കേട്ടോ, ടെസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ ഫേസിൽ നന്നായിട്ട് ക്ഷീണം അറിയുന്നുണ്ടാവും, കാരണം എനിക്ക് സുഖമില്ല, ജലദോഷം, ചുമ അങ്ങനത്തെ സംബന്ധപ്പെട്ട അസുഖമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീറ്റാണ് കേട്ടോ, വീറ്റല്ല ഫെമ്മാണ് കേട്ടോ, സോറി. ഇതാണ് കേട്ടോ സംഭവം. പിന്നെ ഫെമ്മ USA എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് വന്നിട്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിയതല്ല, ഇത് വന്നിട്ട് നമ്മളെ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇത് ദുബായിൽ നിന്ന് വാങ്ങിയതാണ് തോന്നുന്നു കേട്ടോ. ദുബായിൽ നിന്ന് തന്നെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള അറബിയിലും ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം അങ്ങനെ തന്നെയല്ലേ, ഇംഗ്ലീഷിലും തന്നെയല്ലേ കൊടുക്കാറില്ലേ, അറബിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെമ്മ USA, പിന്നെ സ്കിൻ സോഫ്റ്റനിങ് റോസ് എന്നാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെയർ റിമൂവൽ ക്രീം എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെൻസിറ്റീവ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇത് കേട്ടോ. ഇത് സ്മൂത്തനിങ് ക്രീമാണ്. അതായത് നമ്മളെ ഹെയർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് സോഫ്റ്റ് സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തേക്കുന്നതാണ് കേട്ടോ. ഇത് മോയ്സ്ചറൈസർ ലോഷനാണ് കേട്ടോ ഇത്. അപ്പം ഭയങ്കര വെളിച്ചം വന്നിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. അലോവേരേൻ്റെ ആണ് ഇതും. അതുപോലെ തന്നെ അലോവേരേൻ്റെ ആണോ, ഇത് അലോവേരേൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ജോജോബ ഓയിലും അലോവേര ആണെന്ന് തോന്നുന്നു കേട്ടോ. വരാം, ഇതാണ് സംഭവം. ഇത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കേട്ടോ, മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. അപ്പം ഇതാണ് സംഭവം. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 120 ഗ്രാമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല എത്രയാണ് എന്നുള്ളത് കേട്ടോ. ഇതിലാണ് വിലയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 10 ദിറംസ് ആണ്, 10 അല്ല തോന്നുന്നു, അറിയില്ല ഇത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാണ്, മൊത്തത്തിൽ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം നോക്കിയിട്ടുണ്ടായിരുന്നില്ല എത്രയാണെന്നുള്ളത്. പിന്നെ ഇതിൽ 3 മിനിറ്റ്സ് വർക്ക് ഇൻ 3 മിനിറ്റ്സ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് കുറച്ചെടുത്തിട്ട് എനിക്ക് കുറച്ച് ഇവിടെ ഇങ്ങനെ കുറച്ച് രോമമുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് രോമമുണ്ട്. അപ്പം ഇവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. മണമൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ, അതായത് ഷേവും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയുള്ളവർക്ക് ഇതെന്താ മീശയോ? മീശയത് മീശ. ഇത് കുറച്ച് കഴിഞ്ഞാൽ പറിച്ചെടുക്ക്. ഇത് വലിയ രസമല്ലേ? ഞാൻ ഈ മുകളിലത്തെ ഈ ഒരു ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി റിസൾട്ട് അറിയാനും വെറും 3 മിനിറ്റ് എന്നാണ് പറയുക. അപ്പം നമുക്ക് 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫേസിൽ ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഹെയർ മാത്രം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയൊരു നീറ്റലുണ്ട് കേട്ടോ, ചെറിയൊരു പുകച്ചിൽ വരുന്നുണ്ട്. 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. 3 മിനിറ്റ് കേട്ടോ കറക്റ്റ്.
അപ്പം ഏകദേശം 3 മിനിറ്റ് ആയെന്ന് തോന്നുന്നു കേട്ടോ. ഇട്ടിട്ട് ചെറിയ പുകച്ചിലുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇട്ടേം കൂടെ കാലിലിടുമ്പോൾ അത് അറിയുന്നില്ല, പക്ഷെ ഇവിടെ ഇട്ടപ്പോൾ നന്നായിട്ട് നീറുന്നുണ്ട്. ഇതാ എയർ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് തുടച്ചു കൊടുക്കാം. ആയിട്ടുള്ള ക്യാമറയൊന്നും തുടക്കട്ടെ കേട്ടോ. ഗായ്സ് വന്നു, കാണുന്നുണ്ടോ? വേറെ സ്ഥലത്തെടുത്ത് കാണിച്ചു തരാം. മിനിറ്റ്. ഓ ഇപ്പുറത്തേ വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറം തുടച്ചു വെക്കാം. ഓക്കെ, നീ ഇവിടെ തുടച്ചു വെക്കാം. ഇതിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ക്യാമറ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സംഭവം എന്തായാലും വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് ആണ് കേട്ടോ. പക്ഷേ ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാലേക്ക് അറിയുള്ളൂ കേട്ടോ. മീശ പഠിച്ച പോലെ ഉണ്ടോ? അപ്പോൾ സംഭവം അടിപൊളിയാണ്, വർക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഷേവ് ചെയ്യാനും അതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ റേസർ ചെയ്തിട്ട് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് പേടിയുണ്ടെങ്കിലും ഇതുപോലെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ ഇന്ന് സഹിക്കേണ്ടി വരും കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ടാറ്റ ബൈ ബൈ, സീ യു.